വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തെയും ഏറ്റവും മുതിർന്ന നേതാവെന്ന് പറയാം അല്ലേ? മുതിർന്ന നേതാവ്. അദ്ദേഹം മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ഇന്ന് ചരമവാർഷികമാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇപ്പോൾ UDF അധികാരത്തിലെത്തി, LDF വലിയ പരാജയം നേരിട്ട് തന്നെ പോയി. അതായത് നമ്മൾ പറയുന്നത് പോലെ അന്ത്യം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. അപ്പം ഈ ഒരു സമയത്ത് വി.എസ്. എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ വി.എസ്. ഇല്ലാതെ പോയ 1 വർഷം. വി.എസ്. എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വികാരമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്തോളം, അല്ലെങ്കിൽ മലയാളികൾ ഉള്ള നാടുകളിൽ പോലും വി.എസ്. എന്ന് പറയുന്ന ആ രണ്ടേ അക്ഷരം എന്നും പ്രകമ്പനം ചെയ്യും എന്നുള്ളതാണ്. ഒരു ചരിത്ര പുരുഷനാണ് ശരിക്കും വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ്. ഇവിടെ ഞാൻ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെയും ഏറ്റവും വി.എസ്. എന്ന് പറയുന്ന മറ്റൊരു നേതാവിനെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അനർഹമാണ് എന്ന് ഞാൻ പറയും. സ്വന്തം പാർട്ടിക്ക് അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിന്നുകൊണ്ട് ഈ ഒരു നാട്ടിലെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരു അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനെ സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ബലി കൊടുത്ത് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നഷ്ടപ്പെടുത്തിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ. നമ്പി നാരായണനെ പോലെയുള്ള ഒരു നേതാവിന് എന്തിനാണ് ആ ചതി ചെയ്തത് എന്ന് ചോദിച്ചാൽ കെ കരുണാകരനെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു ചതി നടത്തിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അപ്പൊ എന്നിട്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കല്ലറയില് ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡന കേസുകൾ, അദ്ദേഹത്തിനെതിരായി ഉയർന്നു പീഡന കേസുകൾ ഒരു പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും ഉണ്ടാകാം. പക്ഷെ അതിനൊക്കെ അവരുടെ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിൻ്റെതായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതൊക്കെ കാലത്തിന്റെ കാവ്യനീതി എന്നുള്ള നിലയിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. എന്നാൽ അതിലൊന്നും പെടാതെ അതിശക്തമായ നിലയിൽ വി.എസ്. അച്യുതാനന്ദൻ, അതായത് 1964 കൽക്കട്ടയിൽ വെച്ചിട്ടുണ്ടായ പാർട്ടി സമ്മേളനത്തിൽ, പാർട്ടി കോൺഗ്രസിൽ പാർട്ടി രണ്ടായിട്ട് ആശയപരമായി CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രണ്ടായി മാറുകയാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന CPM-ഉമായിട്ട് ഇറങ്ങിപ്പോയ ഒരാളുടെ പേര് വി.എസ്. അച്യുതാനന്ദൻ എന്നായിരുന്നു, നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വി.എസ്. അച്യുതാനന്ദൻ ഉണ്ട്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാധാന്യമൊന്നും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന് ഇല്ല. ശരിക്കും പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ ശരിക്കും ഇപ്പോഴാണ് അവർ വളർത്തുന്നത്, കോൺഗ്രസ്സുകാർ വളർത്തുന്നത് ഇപ്പോഴാണ് ഉമ്മൻചാണ്ടി. അതുവരെ ഉമ്മൻചാണ്ടി വില അറിയുന്നു. ഉമ്മൻചാണ്ടി അവരുടെ കണ്ണിൽ കരടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവെട്ടിക്കൊള്ളയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് വിശേഷിപ്പിച്ച ഒരാള് നമ്മുടെ വി.ഡി. സതീശൻ. അന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പറയുമ്പോൾ പറയാമല്ലോ, ഉമ്മൻചാണ്ടി ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അതുപോലെ ആകാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അപ്പം ഉമ്മൻചാണ്ടി ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞ രീതിയിലുള്ള ഭരണമാണോ ഇനി ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പോ ഉമ്മൻചാണ്ടിയെ ഉള്ള കാലഘട്ടം അത്രയും എല്ലാ നേതാക്കന്മാരും കുത്തിയൊലിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. എന്നാൽ വി.എസ്. അച്യുതാനന്ദൻ അങ്ങനെ ആയിരുന്നില്ല. വി.എസ്. അച്യുതാനന്ദൻ എടുത്ത നിലപാടുകൾ അതിശക്തമായ നിലപാടുകൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പൊളിക്കൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഏതൊരു പ്രതിഷേധം വന്നു മതികെട്ട മല കയറുമ്പോൾ 85 വയസ്സാണ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യന് പ്രായം. 85-ാമത്തെ വയസ്സ് മതികെട്ട മല ഇന്നത്തെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് അത് സാധിക്കുമോ? മല കയറാൻ പോകാൻ സാധിക്കുമോ? വി.എസിന് പക്ഷെ സാധിക്കുമായിരുന്നു. കാരണം എന്താ? അത് ഇച്ഛാശക്തിയാണ്. അത് സമരവീര്യത്തിലൂടെ ഉറഞ്ഞുകൂടി വന്ന ഒരു പോരാട്ട വീര്യം ആ ശരീരത്തെയും മനസ്സിനെയും കാരിരുമ്പ് പോലെ ആക്കി എന്നുള്ളതാണ്. കള്ളം കോലപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതായത് ഇവിടെ വെച്ച് ഈ പറയുന്ന സമരം, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളോട് പൊക്കോളാൻ പറഞ്ഞു. ഇയാൾ അങ്ങനെ നാട് വിട്ടുപോയി, ഒളിച്ചുപോയി. വി.എസ്. അച്യുതാനന്ദൻ ഒളിവിൽ പോകുന്നു. അങ്ങനെ പൂഞ്ഞാറ് വെച്ചിട്ട് വി.എസിനെ ആരോ ഒറ്റ കൊടുത്തിട്ട് വി.എസിനെ അവിടെ വെച്ച് പിടിക്കുകയാണ്. അപ്പം വി.എസിന് അന്ന് വളരെ ചെറിയ പ്രായമാണ്. അപ്പൊ അങ്ങനെ വി.എസ്. അച്യുതാനന്ദനെ അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ലോക്കപ്പിലാക്കുന്നു. അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ട് അന്ന് പോലീസ് തല്ലിക്കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ലാത്ത ഒരു കാലമാണ്. ആ CPI ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ദിവാൻ ഭരണ കാലഘട്ടം. അപ്പൊ അങ്ങനെ പോലീസ് വരുന്നു, അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. കാലിലൊക്കെ ഈ തോക്കിന്റെ അറ്റത്ത് ബയണറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാലിലേക്ക്, അതായത് ഈ
എന്താ പറയുക അഴിക്ക് ഇടയിലൂടെ അദ്ദേഹത്തിന്റെ കാല് പുറത്തേക്ക് വെച്ചു. VS-ന്റെ കാല് പുറത്തേക്ക് വെച്ചിട്ട് ആ കാലിൽ ബാനറ്റ് കൊണ്ട് കുത്തിയിട്ട് കാലിന് തുളഞ്ഞു കയറിയിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ VS എന്ന് പറയുന്ന ആ നേതാവിന്റെ ബോധം പോയി അനക്കമില്ലാണ്ട് VS അച്യുതാനന്ദന് ജയിലിലഴിക്കകത്ത് കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വന്ന് എല്ലാവരും വിളിച്ചു നോക്കിയപ്പോൾ VS-ന് അനക്കമൊന്നുമില്ല. അപ്പം പോലീസുകാർ വിചാരിച്ചു ഡെഡ്, മരിച്ചു. അപ്പൊ അങ്ങനെ ആ VS-നെ എന്ത് ചെയ്യും? പിന്നെ ഇവരുടെ ഉദ്ദേശം ഇനി അതിനകത്ത് ഇട്ടിട്ട് കാര്യമില്ല, കൊണ്ടുവന്ന് എവിടെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുക, കളയുക, ബോഡിയല്ലേ എവിടെങ്കിലും കൊണ്ട് കളയുക. അങ്ങനെ ഈ കോലപ്പൻ എന്ന് പറയുന്ന ഒരാൾ അന്ന് സെല്ലിലുണ്ട്. അയാളെ കൂടെ വിളിച്ച് ഈ പിന്നെ VS-ന്റെ ശരീരം എടുത്തിട്ട് പോലീസ് ജീപ്പിന്റെ സീറ്റിന്റെ അടിയിലേക്ക് കുത്തിത്തിരികെ വെച്ചു. എന്നിട്ട് ആ ജീപ്പായിട്ട് കുറെ പോയി. അപ്പോഴാണ് എവിടെയും ഞരക്കം കേട്ടപ്പോൾ കള്ളം കോലപ്പൻ പറഞ്ഞു. അദ്ദേഹത്തിന് VS അച്യുതാനന്ദൻ മരിക്കുന്നവരെ അദ്ദേഹത്തിന് ഏറ്റവും കടപ്പാടുള്ള ഒരു വ്യക്തി കള്ളം കോലപ്പനാണ്. പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല ഈ കൊണ്ടുവന്ന് കളയുക, ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെയാണ് VS പിന്നെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്ക് ശേഷമാണ് VS അച്യുതാനന്ദൻ പിന്നീട് ഈ നമ്മൾ കാണുന്ന 100 വയസ്സ് വരെ ജീവിച്ചിരുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കോണം. അപ്പം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ നേതാവിന്റെ സമരവീര്യത്തെ കുറിച്ചും ഇച്ഛാശക്തിയെ കുറിച്ചും ധാർഷ്ട്യമുണ്ട്, ധാർഷ്ട്യമില്ലെന്ന് പറയുന്നില്ല, ആ ഒരു വീക്ഷണത്തെ കുറിച്ചും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇന്ന് VS ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന VD സതീശൻ അവിടെ ഇരുന്ന് വിയർക്കും. ആ രീതിയിൽ ചാട്ടുളി പോലെ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അപ്പം നമ്മൾ കരുതുന്ന പോലെ VS എന്ന് പറയുന്ന ഒരാള് ആർക്കെയും അടിയിലൂടെ ഏണി വെച്ച് പാരപണിഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അതിന് ചില പത്രങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ കുൽസിത ശ്രമങ്ങളായിരുന്നില്ല VS എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിന്റെ ആദർശ ധീരതയും ഒക്കെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ സഹാക്കന്മാര്, ഈ നാട്ടിലുള്ള സകലമായ ആൾക്കാരും കണ്ണേ കരളെ VS എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത്. അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഇവിടെ വരെ പോയി നമ്മൾ കണ്ടു കാണുമല്ലോ. ആരും അറേഞ്ച് ചെയ്തതല്ല. ഓരോ പാർട്ടി കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും വിളിച്ചിട്ട് പറയുകയായിരുന്നില്ല ചെയ്തത്. ഞങ്ങൾ ലേറ്റാക്കും, നിങ്ങൾ അവിടെ ലേറ്റാക്കിക്കോണം എന്നൊരു ഏരിയ കമ്മിറ്റിക്കും അങ്ങ് പിന്നെ സംസ്ഥാന കമ്മിറ്റിയും നിർദ്ദേശമില്ലായിരുന്നു. ഞങ്ങൾ ലേറ്റാക്കിയേ വരൂ. പക്ഷെ മറ്റൊരിടത്തുണ്ടായിരുന്നു അത്, നിങ്ങൾ പരമാവധി വൈകി വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം KPCC-യിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാത്തുകെട്ടി കിടക്കുകയാണ്. അന്ന് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ മഴയത്ത് പോലും ആ വിലാപയാത്ര വഴിയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ദിവസം നമുക്ക് അറിയാമല്ലോ, ജൂലൈ മാസം, ആ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ലക്ഷോപലക്ഷം ജനങ്ങളാണ് കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാത്തിരുന്നത്. ആ സമയത്തും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പോലും അപ്രസക്തനായി നിൽക്കുക. അദ്ദേഹം ആ സമയത്തിന് മുഖ്യമന്ത്രിയല്ല, മന്ത്രിയല്ല. അദ്ദേഹം തീർത്തും വയ്യാതെ അദ്ദേഹം മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ജനങ്ങളുടെ മനസ്സിൽ VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അത്രത്തോളം ശക്തമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലേ, ഇപ്പൊ സോഷ്യൽ മീഡിയ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് പൊളിറ്റിക്സ് മാറി. അത് അങ്ങനെയല്ല. ശരിക്കും ഇവരുടെയൊക്കെ ചരിത്രം പഠിക്കണമെന്ന് നമ്മൾ ഇന്ന് VD സതീശന്റെ ചരിത്രം അല്ല നമ്മൾ പഠിക്കേണ്ടത്. അതാ പറഞ്ഞേ, VD സതീശനെ പോലുള്ള ആൾക്കാരാണെങ്കിലും ആരായാലും സോഷ്യൽ മീഡിയ ഉണ്ടോ എവിടെയുണ്ടോ അവിടെയാണ് പൊളിറ്റിക്സ്. അതാണല്ലോ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ PR വർക്ക് എടുക്കുന്നത്. പിന്നെ VD സതീശന്റെ PR വർക്ക് എടുത്തിട്ട് പൂക്കിച്ചിരി ഏറ്റവും കൂടുതൽ ഇട്ട് കളിപ്പിച്ചാരാ? നമ്മുടെ പിന്നെ ഏതോ നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു മീഡിയയിലാണ് പൂക്കിച്ചിരി ആദ്യമായിട്ട് ഈ കേരളം മുഴുവൻ കണ്ടത്. പിന്നീട് PR വർക്ക് അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, കാശ് മേടിച്ചുകൊണ്ട്. അപ്പൊ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയ ശരിക്കും VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം, പിണറായി വിജയന്റെ ചരിത്രവും പഠിക്കണം. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്നവർക്ക് പറയാൻ അവർ നടന്നു വന്ന കനൽ വഴികളുണ്ട്. ഇപ്പൊ നമ്മളറിയാം, പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അടിമേടിച്ചിട്ട് ചോര ഒലിക്കുന്ന തുണിയുമായി, ചോര ഒലിക്കുന്ന വസ്ത്രം നിയമസഭയിൽ ഉയർത്തി കാണിച്ച് പ്രസംഗിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. ആ ഒരു ചരിത്രം ഇവർക്ക് അവകാശപ്പെടാനുണ്ടോ കോൺഗ്രസിന്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചരിത്രം അവർക്ക് അവകാശപ്പെടാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ ഇവിടെ ലോറിക്കകത്ത് നിവേദനമായിട്ട് പോയ പ്രതിപക്ഷ നേതാവ് ആരാ, ഡൽഹിക്ക് പോയ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരുള്ളൂ, AKG. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ശക്തമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM എന്ന് പറയുന്നത്. അപ്പൊ VS ഇല്ലാതെ പോയെങ്കിൽ തന്നെയും VS കൊളുത്തി കൊടുക്കുന്ന ഒരു തീയുണ്ട്, ഒരു ഫയർ. ആ ഫയർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നിരവധി സഹാക്കളുണ്ട്. അതുകൊണ്ടാണ് ഓരോ സഹാക്കന്മാരും പറയുന്നില്ലേ അദ്ദേഹത്തിന്റെ ആ വിലാപയാത്രയിൽ ഉടനീളം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന കർമ്മങ്ങൾ നടക്കുന്ന ആ സമയത്ത്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതിന് പോകുന്നതിന് തൊട്ട് മുമ്പായി വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അല്ലെ അതിനുശേഷവും ഇവിടുത്തെ സഹാക്കന്മാർ വിളിക്കാറുണ്ട്. എന്താ വിളിക്കുന്നത്? ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് വിളിക്കുന്നത്. അത് അർത്ഥവത്തായ ഒരു വിളിയാണ്. അത് അർത്ഥവത്താണ്. കാരണം
നിങ്ങൾ കൊളുത്തി തന്ന ആ തീ പകർന്നിട്ടാണ് ഇവിടെ ഓരോ സഹാക്കന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് പറയുന്നത്. അത് ഓരോ സഹാക്കന്മാരും വിട പറയുമ്പോൾ നമ്മുടെ കോടിയേരി സഖാവാണെങ്കിൽ പോലും അങ്ങനെ ഓരോരുത്തരും വിട പറഞ്ഞു പോകുമ്പോഴും അവർ ഇവിടുത്തെ ഓരോ സഹാക്കന്മാരിലും അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഒരു ഫയർ ഉണ്ട്. അവിടെ പോയി ആരും മെഴുകുതിരി കത്തിക്കില്ല. അതാണ് വ്യത്യാസം. അവിടെ പോയി ആരും മെഴുകുതിരി കത്തിക്കത്തില്ല. അവിടെ ഒരു പിന്നെ ഏതെങ്കിലും 3-4 ക്യാമറമാന്മാരെയൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ പോയി മെഴുകുതിരി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ബിന്ദുകൃഷ്ണ കാണിച്ച പോലെ കോപ്രായം കാണിക്കില്ല. അവിടെ പോയിട്ട് ആരും അവിടെ VSന്റെ സ്മൃതി കുടീരത്തിലോ പുന്നപ്ര വയലാറിലോ അത്രയും സഹാക്കന്മാര് അവിടെ അന്തി ഉറങ്ങുന്ന ആ മണ്ണിൽ പോയി നിന്നിട്ട് ആരും അവിടെ പോയി മെഴുകുതിരി കത്തിക്കാനോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനോ നിൽക്കില്ല. അവർക്ക് എപ്പോഴും അഭിവാദ്യം ചെയ്യലാണ്. ആ ഒരു സ്മരണ പുതുക്കൽ മാത്രമാണ് എല്ലാ കാലത്തും അത് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ പോലെ മെഴുകുതിരി കത്തിക്കാനോ പുണ്യാളനായി വാഴ്ത്തിപ്പാടാനൊന്നും പോകുന്നില്ല. VS എന്ന് പറയുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ കാലമെടുത്തു പോയ നമ്മുടെ സഹാക്കന്മാർ എന്നും അവരുടെ ഉള്ളിൽ, അതായത് ജീവിച്ചിരിക്കുന്ന ഓരോ സഹാക്കന്മാരുടെ ഉള്ളിൽ ഫയറാണ്, തീ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രസംഗിച്ച ഓരോ വാക്കുകളും ഒരുപക്ഷെ VS അച്യുതാനന്ദന്റെ പ്രസംഗങ്ങൾ ഇന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായ ആൾക്കാർക്ക് കേൾക്കുന്നുണ്ടാവും. കാര്യം ഓരോ വാക്കുകളിലും തീയുണ്ട്. ആ തീയാണ് ഇന്ന് കേരള ജനതയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് VS ഇല്ലാതായി അല്ലെങ്കിൽ ഫിസിക്കലി ഇല്ലാതായ ഒരു വർഷം എന്ന് നമുക്ക് പറയാമെങ്കിൽ തന്നെയും ആ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ ഒരു ആള് കൊളുത്തിക്കൊടുത്ത തീജ്വാലയിൽ തന്നെ ജീവിക്കുന്ന നിരവധി സഹാക്കന്മാരുള്ളിടത്തോളം കാലം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ലാത്തൊരു കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല.